നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് വൺ മെസ്സി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണതില്ല, ഓട്ടോമാറ്റിയുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ ബാഡ്ജ് വാങ്ങണ്ട എന്നാണ് അവിടെ കാണിക്കുന്നത്. സെക്കൻഡ് വൺ എംബാപ്പെ ക്യാപ്റ്റൻ ബാഡ്ജ് ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്ക്, കാൻഡിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചെടുക്കുക എന്നാണ് ഇങ്ങനെ കാണിക്കുന്നതാണ് സെക്കൻഡ് വീഡിയോയിൽ കാണിക്കുന്നത്. സത്യം പറയാലോ, ഇപ്പോഴത്തെ പ്ലേയേഴ്സൊക്കെ മെസ്സിനെ കണ്ട് പഠിക്കണം. കുറേയൊക്കെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിന് കുറേ പേർക്കൊന്നും വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല. ചില സമയത്ത് കാണിക്കും, ചില സമയത്തില്ല. പക്ഷേ എല്ലാം കൊണ്ടും സെറ്റായി പോണൊരു പ്ലെയർ എന്ന് പറയുന്നത് മെസ്സി തന്നെയാണ്. അന്നായാലും ഇന്നായാലും ആളൊക്കെ കളി തുടങ്ങിയിട്ട് എത്ര വർഷമായി, ഇപ്പോഴും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ കണ്ടില്ലേ. അതുകൊണ്ടാണ് ആൾ സക്സസ്ഫുള്ളായി നിൽക്കുന്നതും ആളുടെ ടീം സക്സസ്ഫുള്ളായി നിൽക്കുന്നതും. ഫ്രാൻസ് ടീം മോശമെന്നല്ല, പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ, ഈഗോ കാര്യങ്ങൾ വരുമ്പോണ്ടല്ലോ, അത് ടീമിനെ എഫക്റ്റ് ചെയ്യും, സത്യമായിട്ട് എഫക്റ്റ് ചെയ്യും. പക്ഷേ അർജൻറ്റീന ടീമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതും. 2022 വേൾഡ് കപ്പ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. മെസ്സിക്ക് അറിയാം എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതും എങ്ങനെയാണ് റെസ്പെക്റ്റ് വാങ്ങിക്കേണ്ടതെന്നും. അതുകൊണ്ടാണ് മെസ്സി ആ ടീമിൽ ഒരു മെയിനായിട്ട് നിൽക്കുന്നതും.